ഇനി ആകെയുള്ളൊരു വഴി ദേവനെതിരെ ഒന്നിനും ചെല്ലാതെ ഇരിക്കുന്നതാകും. മീര പിന്നീടൊന്നും ചിന്തിക്കാതെ അവിടെ നിന്നും ശരവേഗത്തിൽ ഹോട്ടൽ വിട്ടിറങ്ങി. ഇതേ സമയം റൂമിലെത്തിയ ദേവൻ ഗൗരി നല്ല ഉറക്കത്തിലുള്ളതായി കണ്ടു. ഇവളിപ്പോഴും എഴുന്നേറ്റിട്ടില്ലേ? ദേവൻ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അവളെ നോക്കി. ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് പതിയെ അവളെ തട്ടി വിളിച്ചു. ഒരു വിളിയിൽ തന്നെ അവൾ പതിയെ ഉണരാൻ തുടങ്ങി. എൻ്റെ പ്രിയ ഭാര്യയെ, എത്ര നേരായി, നല്ല ഉറക്കാണല്ലോ, എഴുന്നേറ്റേ. ദേവൻ അവളെ പതിയെ എടുത്തുയർത്തി തിരികെ ബെഡിലേക്കിരുത്തി. ഒരു ഞെരുക്കത്തോടെ ഗൗരി ഇരുന്നിടത്തു നിന്നും ബെഡിലേക്ക് തന്നെ കിടന്നു. അയ്യടാ, നിന്നെ ഞാനിപ്പോൾ ഉറക്കാം. രാത്രി മുഴുവൻ സുഖമായി ഉറങ്ങിയില്ലേ? ഇനി മര്യാദയ്ക്ക് എഴുന്നേക്കാൻ നോക്കിക്കേ ഗൗരി. വീണ്ടും ദേവൻ അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി. പ്ലീസ് ദേവ, കുറച്ചു നേരം കൂടെ, അവൾ കുട്ടികളെ പോലെ പറഞ്ഞു. ഇല്ലില്ല, എഴുന്നേക്ക്, മതി. സത്യത്തിൽ അവളുടെ ഇന്നലത്തെ കെട്ടിയിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ ലഹരി അവളുടെ ഉള്ളിൽ അധികമായി ചെന്നതായിരുന്നു അതിന് കാരണം. ദേവൻ പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് എന്തോ സെർച്ച് ചെയ്ത ശേഷം അവളെ എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. ഇപ്പം ശരിയാക്കി തരാം, ഇനി ഇതല്ലാതെ വഴിയില്ല ഗൗരി. അവളെയും കൊണ്ട് ബാത്റൂമിലെത്തി ദേവൻ ഷവറിൻ്റെ കീഴെ അവളെ നിർത്തി. എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? എനിക്ക് കിടക്കണം ദേവാ. അവൾ തിരികെ റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങിക്കൊണ്ട് പറഞ്ഞു. അടങ്ങി നിൽക്കടി അവിടെ. ദേവൻ അവൻ്റെ കൈക്കുള്ളിൽ അവളെ അടക്കി നിർത്തിക്കൊണ്ട് ഷവർ ഓൺ ചെയ്തു. തണുത്ത വെള്ളം അവളിലേക്ക് ഒലിച്ചിറങ്ങിയതും അവൾ ദേവൻ്റെ ദേഹത്തേക്ക് ഒട്ടിച്ചേർന്ന് നിന്നു. ദേവൻ നനയാതെ അല്പം മാറി നിൽക്കുകയായിരുന്നു. അവളുടെ പ്രവൃത്തിയിൽ ദേവൻ മുഴുവനായി നനഞ്ഞു കുതിർന്നു. എങ്കിലും അവളോട് പരാതി പറയാതെ ദേവൻ അവളുടെ നനഞ്ഞ മുടികൾ തഴുകിക്കൊണ്ട് പറഞ്ഞു. നിന്റെ തലയിൽ നിന്നും ആ കെട്ടിറങ്ങണമെങ്കിൽ നീയൊന്ന് കുളിച്ചേ പറ്റൂ ഗൗരി. അവളെ വീണ്ടും ഷവറിൻ്റെ താഴെ കൊന്തിക്കൊണ്ട് ദേവൻ പറഞ്ഞു. തണുപ്പ് കൊണ്ട് അവൾ അവിടെ നിൽക്കാൻ കൂട്ടാക്കിയില്ല. ദേവൻ അവളെയും അടക്കി പിടിച്ചുകൊണ്ട് ഷവറിൻ്റെ താഴെ അങ്ങനെ നിന്നു. അവൻ്റെ ശരീരവും നന്നായി നനയാൻ തുടങ്ങി. അവൻ്റെ കൈകളിൽ നിന്നും പിടഞ്ഞു മാറാൻ നോക്കുന്നുണ്ട് എങ്കിലും അവൾക്കതിന് കഴിയുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. പതിയെ കെട്ടിറങ്ങിയ ഗൗരി ദേവൻ്റെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കാൻ തുടങ്ങി. ഒരു നൂൽ പോലും അകലം അവരിൽ തമ്മിൽ ഉണ്ടായിരുന്നില്ല. അത്രയും അവർ അടുത്തിരുന്നു. അവളുടെ നെറ്റിയിൽ നനഞ്ഞു കുതിർന്ന് കിടക്കുന്ന മുടിയിഴകളെ പിന്നിലേക്ക് വെച്ചുകൊണ്ട് ദേവൻ അവളെ ഒന്നുകൂടി സുന്ദരിയാക്കി. തൻ്റെ നെഞ്ചോളം മാത്രം പൊക്കമുള്ള ആ പെൺകുട്ടി ഏതോ അപ്സരസാണെന്ന് അവന് തോന്നിപ്പോയി. അവളുടെ ഇളം പിങ്ക് കളർ ആദരങ്ങൾ അവനെ കൂടുതൽ ആകർഷിച്ചു. പതിയെ അവളെ എടുത്തുയർത്തിക്കൊണ്ട് ആ നനവോടെ ദേവൻ അവളുമായി റൂമിലേക്ക് നടന്നു. അവളുടെ കൈകൾ ദേവൻ്റെ കഴുത്തിനെ ചുറ്റി പിടിച്ചു. അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളിൽ ഉടക്കി നിന്നു. ദേവ, എന്നെ ഇങ്ങനെ നോക്കല്ലേ, അവൾ അറിയാതെ പറഞ്ഞു. പിന്നെ എങ്ങനെ നോക്കണം? എനിക്ക് എന്തോ പോലെ. ആണോ? ശരിക്കും? ഒന്ന് മൂളുക മാത്രം ചെയ്തുകൊണ്ട് അവൾ ഉമിനീരിറക്കി. പതിയെ ഗൗരിയെ നിലത്തിറക്കി ചുവരിലേക്ക് ചാരിക്കൊണ്ട് ദേവൻ അവളെ നോക്കി. അവൻ്റെ നോട്ടത്തെ അവൾക്ക് താങ്ങാനായില്ല. അറിയാതെ അവളുടെ കണ്ണുകൾ താഴ്ന്നു. ഗൗരി പതിയെ കണ്ണുകൾ അടച്ചു. അവൻ്റെ ശ്വാസം അവളുടെ മേൽചുണ്ടിൽ തട്ടുന്നത് പോലെ അത്രയും ദേവൻ അടുത്ത് വന്നതായി അവൾക്ക് മനസ്സിലായി. ആ റൂം നിശബ്ദമായിരുന്നു. അവളുടെ ചുണ്ടുകളിൽ ദേവനൊന്ന് ചുംബിച്ചു. ഗൗരിയുടെ അടിവയറ്റിൽ പൂമ്പാറ്റകൾ പാറി നടക്കും പോലെ അവൾക്ക് തോന്നി. ഒരു നിമിഷം അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവളുടെ കൈകൾ അവൻ്റെ നെഞ്ചിൽ ചിത്രപ്പണികൾ ചെയ്യാൻ ഒരുങ്ങിയിരുന്നു. അവൻ്റെ ആ ചുംബനത്തിന് വല്ലാത്ത അനുഭൂതി തന്നെയായിരുന്നു അവളിൽ ഉണ്ടാക്കിയത്. അവളുടെ മുഖത്തോട് ദേവൻ്റെ മുഖം താഴ്ത്തിക്കൊണ്ട് അവളുടെ ചെവിയുടെ അടുത്തേക്ക് ചേർന്നുകൊണ്ട് ദേവൻ ചോദിച്ചു. നിനക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണോ? ദേവൻ്റെ ചോദ്യത്തിന് ഒരു മൂളൽ മാത്രമായിരുന്നു അവളുടെ മറുപടി. ഗൗരിയുടെ ശരീരത്തിൽ നടുത്ത ഒട്ടിച്ചേർന്ന വസ്ത്രം പതിയെ ഊരിക്കൊണ്ട് ദേവൻ ചോദിച്ചു. ആ ഇഷ്ടം എന്നും ഉണ്ടാവില്ലേ? ചോദ്യത്തിലായിരുന്നില്ല അവളുടെ ശ്രദ്ധ. അഴിഞ്ഞു വീഴുന്ന വസ്ത്രങ്ങളിലായിരുന്നു. അവളുടെ തണുത്ത ഉടുപ്പിനെ മുറുകെ പിടിച്ച് അവനിലേക്ക് ചേർത്തുകൊണ്ട് ദേവൻ അവളുടെ കഴുത്തിലൊന്ന് ചുംബിച്ചു. അവളുടെ കണ്ണുകൾ അറിയാതെ അടഞ്ഞുപോയി. അവളുടെ ശരീരം തണുത്തു മരവിച്ചിരുന്നു. അവളുടെ ചുണ്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. ദേവനൊരു ചിരിയോടെ അവളെ തന്നെ നോക്കി നിന്നു. ഒന്നും ദേവൻ ചെയ്യുന്നില്ല എന്ന് മനസ്സിലായ ഗൗരി കണ്ണുകൾ പതിയെ തുറന്നു. തന്നെ നോക്കി ചിരിച്ചു നിൽക്കുന്ന ദേവനെ കണ്ടതും അവൾക്ക് വല്ലാത്ത ചമ്മലാണ് തോന്നിയത്. എന്തിനാടോ ഇങ്ങനെ പേടിക്കുന്നത്? തനിക്ക് കുഞ്ഞു വേണ്ടേ? ഇതൊക്കെ അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. തുടക്കത്തിൽ തന്നെ പേടിച്ചു വിറച്ചാൽ എന്ത് സുഖമാണോ ഉണ്ടാവുക? ചിരിച്ചുകൊണ്ട് ദേവൻ ചോദിച്ചു. അത് പിന്നെ ശരി ശരി, താൻ ചെല്ല്, നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. അതും പറഞ്ഞ് ദേവൻ സോഫയിലേക്കിരുന്നു.
എന്നാൽ അവൻ്റെ ആ വാക്കുകൾ ഗൗരിക്ക് ദേഷ്യമാണ് ഉണ്ടാക്കിയത്. ഉറങ്ങിക്കിടന്നവനെ വിളിച്ചുണർത്തി ചോറില്ല എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. അവൾ അവളോട് തന്നെ പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു. അവളുടെ ആ മുറുമുറുപ്പ് കേട്ട് ദേവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എപ്പോഴും ഇങ്ങനെ പാതി വെച്ച് ഒരു സംബന്ധവുമില്ലാത്ത കാര്യം പറഞ്ഞു പോകും. എന്തായാലും ഇന്ന് ഇങ്ങനെ ഞാൻ ശരിയാക്കും. അതിന് ദീപുവിനെ തന്നെ ആശ്രയിക്കാം. അതാകുമ്പോൾ അവൾക്ക് റൊമാൻറ്റിക് തീം നന്നായിട്ടറിയും. എന്തായാലും മിസ്റ്റർ ദേവൻ, ഇന്ന് രാത്രി നമ്മുടെ ശാന്തി മുഹൂർത്തമായിരിക്കും. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കുണുങ്ങി കുണുങ്ങി നടന്നു. എന്തോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടുള്ള കുണുങ്ങിപ്പോക്കാണെന്ന് ദേവന് മനസ്സിലായിരുന്നു. ദീപു ഗൗരിക്ക് കുറച്ച് റൊമാൻറ്റിക് ടിപ്സുകൾ പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ടപ്പോൾ തന്നെ ഗൗരിക്ക് പകുതി ജീവൻ അപ്പോൾ തന്നെ ഇല്ലാതായിരുന്നു. എടി ദീപു, എൻ്റെ മേലൊക്കെ വിറക്കുന്നത് പോലെ. ഓഹ് എൻ്റെ ഗൗരി, ഒരു മധുരക്കനിയാണ് നിന്റെ കയ്യിലുള്ളത്. ഞാനൊക്കെ ആവണമായിരുന്നു. അതിനെ അങ്ങ് മുഴുവനായി തിന്നേനെ. അല്ലെങ്കിലും ദൈവം എറിയാൻ അറിയുന്നവൻ്റെ കയ്യിൽ വടി കൊടുക്കില്ലല്ലോ. എടി, എന്നാ നീ പോയി പണി നോക്ക്. നിനക്ക് എല്ലാം കൊണ്ടും ഒന്നിക്കുകയും വേണം, എന്നാൽ മെനക്കെടാൻ വയ്യതാനും. അതും പറഞ്ഞുകൊണ്ട് ദീപു ഫോൺ കട്ട് ചെയ്തു. അന്ന് രാത്രി ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ ദേവൻ ഫയലുകൾ നോക്കുന്ന തിരക്കിലായിരുന്നു. ഇതേ സമയം റൂമിൽ ഗൗരി പല ഒരുക്കങ്ങളും ചെയ്തു. ഒരു ക്യാൻഡിൽ ലൈറ്റ് റൂം തന്നെ സെറ്റ് ചെയ്തിരുന്നു. ഏകദേശം 12 മണിയായപ്പോഴാണ് ദേവൻ അകത്തേക്ക് വന്നത്. അങ്ങോട്ടേക്ക് കയറിയതും ദേവൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല. അവൻ്റെ ചുണ്ടുകൾ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ചുറ്റിലും ദേവൻ്റെ കണ്ണുകൾ ഗൗരിയെ പരതി. ഇല്ല, അവിടെയൊന്നും അവളെ കാണാനില്ല. പെട്ടെന്നാണ് പിന്നിൽ നിന്നും അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ അവിടെ ഉണ്ടെന്ന് അവനെ അറിയിച്ചത്. അവളുടെ കൈകൾ അവൻ്റെ കൈകളിൽ മൃദുവായി സ്പർശിച്ചു. അവളെ വലിച്ചുകൊണ്ട് അവൻ മുന്നിലേക്ക് നിർത്തി. എന്താ ഇതെല്ലാം? അവളുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. എൻ്റെ പ്രണയം. ഇത്രമാത്രമേ ഉള്ളൂ? അവൻ അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി പിന്നിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് ചോദിച്ചു. അല്ല പിന്നെ. അവൾ അവളുടെ പിന്നിലേക്ക് അവൻ്റെ കൈകൾ കൊണ്ടുപോയി. തൻ്റെ നെഞ്ചുവരെ മാത്രമുള്ള അവളെ അവൻ ഒന്ന് പ്രണയത്തോടെ നോക്കി. അപ്പോഴേക്കും അവൻ്റെ കൈകൾ കൊണ്ട് തന്നെ അവൾ അവളുടെ ഡ്രസ്സ് പിന്നിൽ നിന്നും ഹുക്കഴിച്ചുകൊണ്ടിരുന്നു. അവസാന ഹുക്കും അഴിഞ്ഞ് വസ്ത്രം നേരെ നിലത്തായി. അപ്പോഴേക്കും പുറത്ത് ഇളം മഴയുടെ കാറ്റ് റൂമിനകത്തേക്ക് അനുവാദമില്ലാതെ കടന്നു വന്നിരുന്നു. ശക്തമായ ഇടി മുഴങ്ങിയതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. അവളെ എടുത്തുയർത്തിക്കൊണ്ട് അവൻ ബെഡിലേക്ക് നടന്നു. ഭൂമിയിലേക്ക് പെയ്തൊഴിയാൻ വെമ്പൽ കൊള്ളുന്ന മഴ പോലെ അവളിലേക്ക് പെയ്തൊഴിയാൻ അവൻ്റെ ശരീരവും വെമ്പൽ കൊള്ളുന്നു. അവളുടെ മുകളിലായി അവൻ്റെ ശരീരം അമർന്നതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു പോയി. ഈയൊരു നിമിഷമാണ് ഞാൻ ഇത്രയും കാലം കാത്തതെന്ന് പറയാതെ തന്നെ അവനും അവളും പറഞ്ഞു. മഴയുടെ ശക്തി പുറത്ത് വലിയ രീതിയിൽ തന്നെ കൂടിക്കൊണ്ടിരുന്നു. അവളിലേക്ക് പെയ്തുകൊണ്ട് അവനും. കണ്ണുനീർ ചാലുകളിലൂടെ കണ്ണുനീർ പതിയെ ചെവിയെ നനച്ചു. ചെറുനോവ് തീർത്തുകൊണ്ട് ഇരുവരും ഒന്നായി. അവൻ അവളെയും അവൾ അവനെയും മറന്ന നിമിഷങ്ങൾ. കിതപ്പോടെ ഇരുവരും അടർന്നു മാറിയതും ദേവൻ അവളെ നോക്കി ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് ഒരു ഉമ്മ കൊടുത്തു. സന്തോഷം കൊണ്ട് അവളുടെ ഹൃദയവും ശരീരവും കണ്ണുനീർ പൊഴിച്ചു. 2 മാസങ്ങൾക്ക് ശേഷം ഇന്ന് ദേവൻ്റെ ബർത്ത്ഡേ ആണ്. വലിയ പാർട്ടി തന്നെയാണ് നടക്കാൻ പോകുന്നത്. വൈകിട്ടാണ് പാർട്ടി. എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. ഉച്ചയോടെ മുഖം കാണിക്കാൻ എന്ന വണ്ണം ഗൗതം വന്നുപോയി. അനന്യയും കുഞ്ഞിനെയും അവന് ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് അന്ന് ഗൗതമിൻ്റെ അച്ഛന് കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റാനായി ഹോസ്പിറ്റലിലെത്തിയിരുന്നു. ഡോക്ടർ വേഷത്തിൽ NICUവിലെത്തിയ അങ്ങേരുടെ തടയിൽ കണ്ട സിസ്റ്റർക്ക് സംശയം കൂടി. അത് അവിടെയുള്ള കുറച്ചു പേരെ അറിയിക്കുകയും ചെയ്തു. ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി കുഞ്ഞുമായി പുറത്തേക്കിറങ്ങിയതും ഗൗതമും അവിടുത്തെ സ്റ്റാഫുകളും കയ്യോടെ പൊക്കി. അച്ഛനാണ് പോലും അച്ഛൻ. സ്വന്തം മകൻ്റെ കുഞ്ഞിനെ മറ്റൊരാൾക്ക് വിൽക്കാൻ കൊണ്ടുപോകുന്ന അച്ഛൻ. അവൻ ആ ദേഷ്യത്തിൽ പലതും വിളിച്ചു പറഞ്ഞു. പിന്നീട് അദ്ദേഹം ജയിലിലാണ്. ഇപ്പോൾ അനന്യയെയും കുഞ്ഞിനെയും കൺവെട്ടത്ത് കാണാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ ഗൗതമിനാവില്ല. അവൻ്റെ ഇളം ചിരിയും കൈകാലിട്ടടിച്ചുകൊണ്ടുള്ള കളിയും അവൻ്റെ മനസ്സിനെ കൂടുതൽ അനന്യയും കുഞ്ഞിനെയും സ്നേഹിക്കാൻ നിർബന്ധിക്കുന്നത് പോലെ തോന്നി. ഗൗതം അവിടെ നിന്നും പോകാൻ നേരം ദേവൻ അവൻ്റെ കയ്യിൽ ഒരു ഫയൽ നൽകി. എന്താണെന്ന് മനസ്സിലാവാതെ ഗൗതം അവനെ നോക്കി. നിനക്കുള്ളതാണ്. നീ പറഞ്ഞ വാക്ക് നീ പാലിച്ചു. ഞാൻ പറഞ്ഞത് ഞാനും. എന്താ ദേവാ, എനിക്ക് മനസ്സിലായില്ല. അനന്യയെ പൊന്നുപോലെ നോക്കാമെങ്കിൽ നിനക്ക് ആ 50 ഏക്കർ ഞാൻ നൽകുമെന്ന് പറഞ്ഞില്ലേ, അതാണിത്. ഇത് ഇനി നിനക്കുള്ളതാണ്. ഏയ് ദേവൻ, വേണ്ട. എനിക്കന്ന് ഇതിന് ആർത്തിയുണ്ടായിരുന്നു.
ഇന്ന് എനിക്കെൻ്റെ കുഞ്ഞും ഭാര്യയുമാണ് എനിക്ക് ഏറ്റവും വലുത്. ഒരു ചിരിയോടെ ദേവന്റെ തോളിൽ തട്ടിക്കൊണ്ട് ഗൗതം പറഞ്ഞ് അവിടെ നിന്നും പോയി. ഓരോ ആവശ്യങ്ങൾക്കായി ഗൗരി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കണ്ട ദേവൻ അവൾക്കായി കാത്തിരുന്നു. റൂമിന് ഫ്രണ്ടിലൂടെ ധൃതിയിൽ പോയ അവളെ വലിച്ച് റൂമിലേക്ക് കയറ്റി അവൻ വാതിലടച്ചു. അയ്യോ ദേവാ, എന്നെ വിട്ടേ, അവിടെ ഒരുപാട് പണികളുണ്ട്. എന്ത് പണി? കുറേ പണികളുണ്ട് ദേവാ. ആണോ? ദേവൻ അവളുടെ അരയിൽ കുത്തിയ സാരിത്തുമ്പ് വലിച്ച് നേരെയാക്കി. ഇങ്ങനെ വയറും കാണിച്ച് നടക്കലേ പെണ്ണെ, കണ്ടിട്ട് സഹിക്കുന്നില്ല. അത് പിന്നെ ഒരു എളുപ്പത്തിൽ കുത്തിയതാ. വേണ്ട, ഈ വയറും ഈ ശരീരവുമെല്ലാം ഈ ദേവൻ മാത്രം കണ്ടാൽ മതി. അതും പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. അവളുടെ വയറിൽ മൃദുവായി ഒന്ന് സ്പർശിച്ച ശേഷം അവളുടെ ഇടം വയറ്റിലെ ചെറിയ കാക്കാപ്പുള്ളിയിൽ അവനൊന്ന് കടിച്ചു. ആ! അവളൊന്ന് ഒച്ച വെച്ചതും അവൻ കടി ഒന്നുകൂടെ മുറുക്കി. ദേവാ, എനിക്ക് നോവുന്നുണ്ട്. അവനൊരു ചിരിയോടെ എഴുന്നേറ്റു. ഇനി ഇങ്ങനെ കാണിച്ചു നടക്കരുത് കേട്ടോടി കുറുമ്പി. അവൻ്റെ മൂക്കിലൊന്ന് ഞെക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ശരിയടാ കുറുമ്പ. അവൾ പോകാനായി ആഞ്ഞതും അവളെ കൈമുട്ടിൽ പിടിച്ച് കറക്കി അവൻ്റെ നേരെ നിർത്തി. അല്ല, എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താണാവോ? സർപ്രൈസ്. ഓ ശരിക്കും? എല്ലാവരും നല്ല വില കൂടിയ ഗിഫ്റ്റാവും തരിക. എല്ലാവരേക്കാളും വിലമതിക്കുന്ന ഒരു ഗിഫ്റ്റ് തന്നെയായിരിക്കും ഈ ഗൗരി ദേവന് തരാൻ പോകുന്നത്. ഓഹോ,